ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 2-ാം സങ്കീർത്തനം. 12 വാക്യമുള്ള ഈ സങ്കീർത്തനം മശിഹായുടെ ആത്യന്തിക വിജയമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിലും വേദശാസ്ത്ര വീക്ഷണത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. വ്യത്യസ്ത സഭാ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ ജനന പെരുന്നാളിലും ഉയർപ്പ് പെരുന്നാളിലും ആരാധനാ ഭാഗമായി ഇത് വായിക്കുന്നു. സഭയ്ക്ക് പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെയും ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം സജീവ പരിഗണനയ്ക്ക് എടുത്തിട്ടുണ്ട്. ആത്യന്തികമായി ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയിലും നിയന്ത്രണത്തിലും സകലവും ആയിത്തീരും എന്നുള്ള പ്രത്യാശ പുലർത്തുവാൻ അത് പ്രേരകമായി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിൻ്റെ ചരിത്രപ്രധാനമായ സന്ദർഭം ആയിരിക്കണമെന്നതിനെപ്പറ്റി ഖണ്ഡിതമായി പറയുവാൻ നിവർത്തിയില്ല. യഹൂദയിൽ നവാഷിക്തനായ ഒരു രാജാവിനെതിരെ സമാന്തര പ്രഭുക്കന്മാരും നാടുവാഴികളും ഗൂഢാലോചന നടത്തുന്നതായി പറയുന്നു. ഒരുപക്ഷെ ദാവീദിൻ്റെയോ ശലോമോൻ്റെയോ സ്ഥാനാരോഹണ സന്ദർഭത്തിലായിരിക്കണം ഇങ്ങനെ ഉണ്ടായത്. ദാവീദും ശലോമോനും ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 89-26-27, 2 ശമൂവേൽ 7-14. ഈ സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സംബോധന നമുക്ക് കാണാം. മശിഹായെ സൂചിപ്പിക്കുന്നു എന്നതിനാലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം. കാരണം ഭൂമിയിലെ ഒരു രാജാവിനും ഭൂമിയുടെ അറ്റങ്ങളോളം അവകാശമാക്കുവാൻ സാധ്യമല്ല. യഹൂദ വ്യാഖ്യാതാക്കൾ വരാനിരിക്കുന്ന മശിഹായെക്കുറിച്ചുള്ള ഒന്നായിട്ടാണ് ഈ സങ്കീർത്തനത്തെ വീക്ഷിച്ചിട്ടുള്ളത്. മശിഹായുടെ 2 വിശേഷണങ്ങൾ ഇതിൽ കാണാം. യഹോവയുടെ അഭിഷിക്തൻ, മശിഹ, ദൈവത്തിൻ്റെ പുത്രൻ. നതനയേൽ യേശുക്രിസ്തുവിനെ സംബോധന ചെയ്യുമ്പോൾ ഈ 2 പേരുകളും ഉപയോഗിച്ചിരുന്നു. നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ്. യേശുക്രിസ്തുവിൻ്റെ വിചാരണ സമയത്ത് മഹാപുരോഹിതൻ ചോദിച്ചു, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ? ക്രിസ്തീയ സഭ ആരംഭം മുതൽ തന്നെ ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു. ഈ സങ്കീർത്തനത്തിലെ 1, 2, 7, 9 എന്നീ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പല ഭാഗത്തും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാം. ഒരു നാടകത്തിൽ എന്ന പോലെ 4 രംഗങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. ഓരോന്നിലും 3 വാക്യങ്ങൾ. ഇതിലെ കഥാപാത്രങ്ങൾ, ഗൂഢാലോചന നടത്തുന്ന എതിരാളികൾ, യഹോവ, അവൻ്റെ അഭിഷിക്തൻ, സങ്കീർത്തനക്കാരൻ എന്നിവരാണ്. 1-ാം രംഗത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനുമെതിരായി ഗൂഢാലോചന നടത്തുന്നു. വാക്യം 1 മുതൽ 3 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2-ാം രംഗത്തിൽ സ്വർഗീയ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന യഹോവയെ കാണാം. അവിടുന്ന് രാജാക്കന്മാരുടെ ഗൂഢാലോചന കേട്ടിട്ട് പരിഹാസം പൂർവം ചിരിക്കുന്നതായി നമുക്ക് വാക്യം 4 മുതൽ 6 വരെയുള്ള ഭാഗത്ത് കാണാം. 3-ാം രംഗത്തിൽ ദൈവത്തിൻ്റെ വിളംബരം, വിശ്വവ്യാപകമായ രാജ്യത്തിൻ്റെ രാജാവായി നവരാജാവിനെ അവരോധിച്ച വസ്തുത പ്രഖ്യാപിക്കുന്നു. 7 മുതൽ 9 വരെയുള്ള വേദഭാഗത്ത്. അവസാനമായി എതിർത്തും വിഘടിച്ചും നിൽക്കുന്നവരോട് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്ന ദൈവക്രോധം അവരെ നശിപ്പിക്കാതിരിക്കുന്നതിന് അവർ വിധേയപ്പെടണമെന്ന് 10 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് പറയുന്നു. വാക്യം 1 മുതൽ 3 വരെയും നോക്കുമ്പോൾ അതിൽ പറയുന്നത് ജനതകളും രാഷ്ട്രങ്ങളും ആണ്. 2-ാമത്തേതിലെ വാക്യം 4 മുതൽ 6 വരെയുള്ളത് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ ദൈവം ആണ്. 3-ാമത്തേത് 7 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ അഭിഷിക്തനായ രാജാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. 4-ാമത്തേതിലെ വാക്യം 10 മുതൽ 12 വരെയുള്ളത് സങ്കീർത്തനക്കാരൻ്റെ ഉപദേശം ആണ് നാം ഇതിൽ കാണുന്നത്. അതിൽ ഈ 2-ാം സങ്കീർത്തനത്തിൻ്റെ നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്ന ഒരു സത്യം ഏതടിസ്ഥാനത്തിലാണ് ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നത് എന്നതാണ്. ലോകത്തിൻ്റെ മാനസാന്തരം മാനുഷികമായ ഒരു നേട്ടമല്ല, പുത്രൻ്റെ മധ്യസ്ഥതയ്ക്ക് മറുപടിയായി പിതാവ് നൽകുന്ന ദാനമാണ്. പുത്രനോട് ചേർന്ന് സമൂഹമായി പ്രവർത്തിക്കുന്നതും ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകും എന്നും ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിനും അവിടുത്തെ പുത്രനുമെതിരായി എതിർപ്പുകളും പോരാട്ടങ്ങളും ഉണ്ടാകുമ്പോൾ
നാം അതിൽ അമർഷം കൈക്കൊള്ളുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ആത്യന്തികമായി നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈവരാജ്യം വിജയം വരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യൻ അവൻ്റെ എല്ലാ പ്രതാപത്തിലും ഐശ്വര്യത്തിലും ശക്തിയിലും വിരാജിച്ചാലും അവൻ ഏത് നിമിഷവും തകർക്കപ്പെടുവാൻ ഉള്ള അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയമർപ്പിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ 1-ാം സങ്കീർത്തനവും ഈ എപ്പിസോഡിൽ 2-ാം സങ്കീർത്തനവും ഞാൻ ഇട്ടത് രണ്ടും കൂടെ ഒന്നിച്ച് വായിച്ചു കഴിയുമ്പോൾ ഈ 12-18 വാക്യങ്ങളുടെ അർത്ഥം നമ്മൾക്ക് എവർക്കും ശരിയായ രീതിയിൽ മനസ്സിലാകും. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം 3 മുതലുള്ളത് മുമ്പോട്ട് ഇടുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.